ഹായ് എവരിവൺ, ഇറ്റ്സ് മീ AK. നോക്കൂ, ഇന്ന് നമ്മൾ യൂഎസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ എർത്തിലാണ് ജീവിക്കുന്നത്, ഭൂമിയിലാണ്. ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്യാഷ്യസ് ലെയറാണ്, വായുമണ്ഡലമാണ് അല്ലേ? ഈ വായുമണ്ഡലം ഭൂമിയിലേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആകർഷിക്കപ്പെടുന്നത്? ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റി മൂലം. സോ താഴോട്ടേക്ക് ആകർഷിക്കപ്പെടുന്ന ഈ അന്തരീക്ഷം ഭൂമിയിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ടാവില്ലേ? ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനെന്താ വിളിക്കുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം. നമുക്കറിയാലോ, ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ അളവാണെന്ത്? മർദ്ദം എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ. നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഇങ്ങനെ അന്തരീക്ഷം നമ്മുടെ ഭൂമിയിലേക്ക് ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ. ദ പ്രഷർ എക്സൈറ്റഡ് ബൈ atmospheric air to the surface of earth is known as atmospheric pressure. അതായത് പ്രഷർ എന്ന് പറഞ്ഞാലും ബലം എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെയാണ് അല്ലേ? സോ അന്തരീക്ഷ വായു ഭൂമിയിൽ ചെലുത്തുന്ന മർദ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? അന്തരീക്ഷ മർദ്ദം എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി വളരെ രസകരമായ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ഭൂമിയുടെ സർഫസ് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഭൂമിയുടെ മുകളിലുള്ള അന്തരീക്ഷം, വായുമണ്ഡലം ഒരുപാട് കിലോമീറ്ററുകളുണ്ട് അല്ലേ? അത്രയും കിലോമീറ്ററുള്ള വായു നമ്മുടെ തലയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ടാവില്ലേ? ഇതാ നോക്കിക്കോ, കണ്ടോ നിങ്ങൾ? ഇഫ് ദ ഏരിയ ഓഫ് മൈ ഹെഡ് വേർ 15 അതായത് എൻ്റെ തലയുടെ വലിപ്പം എത്രയാണ്? 15 × 10 സെൻറ്റിമീറ്റർ ആണ്. ഹൗ മച്ച് വെയിറ്റ് ഓഫ് എയർ വുഡ് ബി ക്യാരിയിങ് ഓൺ മൈ ഹാൻഡ്? എൻ്റെ തലയിലേക്ക് ദാ ഒരു കിലോമീറ്ററുകളോളം എന്തുണ്ട്? വായു ഉണ്ട്. സോ ആ വായു എൻ്റെ തലയിലേക്ക് ഒരു മർദ്ദം പ്രയോഗിക്കണ്ടേ? അതല്ലേ വേണ്ടത്. നമ്മളൊക്കെ ഭൂമിയുടെ സർഫസിലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് അന്തരീക്ഷം മർദ്ദം ചെലുത്തുന്നുണ്ട്, വായുവാണ് മർദ്ദം ചെലുത്തുന്നത്. അപ്പം നമ്മൾ ഭൂമിയുടെ സർഫസിലായതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് എന്തുണ്ടാവും? തീർച്ചയായിട്ടും മർദ്ദമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഒരു കുട്ടി ഇവിടെ നിൽക്കുകയാണ്, അവൻ്റെ ഈ തലയുടെ മുകളിലേക്ക് ഇതേപോലെ ഒരു എയർ കോളം എന്ന് പറയും അല്ലേ, ഒരു ട്യൂബ് പോലെ കറക്റ്റായിട്ട് ഒരു വായുമർദ്ദം ഉണ്ടാവില്ലേ? ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണേ, ദ വെയിറ്റ് ഓഫ് എയർ ഇൻ എ കോളം, അതായത് ഇതേപോലെ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മുകളിലേക്ക് ഉണ്ടാകുന്ന വായുവിൻ്റെ വെയിറ്റ് നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം 225 കിലോഗ്രാം വരും. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു 50 കിലോ വേണ്ട, ഒരു 10 കിലോഗ്രാമുള്ള സാധനം നമ്മൾ തല വെച്ചാൽ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവില്ലേ? 225 കിലോഗ്രാം നമ്മുടെ തലയിൽ വന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലയിൽ വെയിറ്റ് കൂടി നമ്മൾ തറയിൽ അമർന്നു പോവേണ്ടതല്ലേ? ശരിക്ക് ചിന്തിച്ചു, ആലോചിച്ചു പറ അല്ലേ? ഭൂമിയിലേക്ക് അന്തരീക്ഷം മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ക്രഷായി പോകുന്നില്ല. അതെന്തുകൊണ്ട് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. 225 കിലോഗ്രാം ബട്ട് വി ആർ നോട്ട് ക്രഷ്ഡ്. വൈ? അത് നമ്മളൊന്ന് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ആലോചിച്ചോ. റീസൺ ഈസ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എവിടെ പോയി? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കും അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ബോഡിയിലേക്ക് അല്ലേ? അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്കും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും എന്തുണ്ട്? മർദ്ദമുണ്ട്. നമുക്കൊരു മർദ്ദമുണ്ട്, നമുക്കൊരു പ്രഷറുണ്ട്. നമ്മൾ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാറില്ലേ? ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രഷറുണ്ട്. അത് ശരീരത്തിൽ നിന്ന് പുറത്തേക്കാണ്. അന്തരീക്ഷ മർദ്ദം എങ്ങോട്ടേക്കാണ്? നമ്മൾ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കാണ്. ശരിയല്ലേ? അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ദ പ്രഷർ ഇൻസൈഡ് അവർ ബോഡി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം എത്രയാണോ, ഇത് ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മർദ്ദവും അന്തരീക്ഷ മർദ്ദവും എപ്പോഴും എന്തായിരിക്കും? തുല്യവും വിപരീതവും ആയിരിക്കും. പഠിച്ചു വെക്കണം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ചോദ്യം? ഇതാരാണ്?
ആസ്ട്രോണറ്റ്സ് പറയും അല്ലേ, ശരിയല്ലേ? നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾ അവർ ഇതേപോലെ വലിയ സ്യൂട്ട് ധരിച്ചാൽ പോവുക. എന്തുകൊണ്ട് അങ്ങനെ ധരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അന്തരീക്ഷത്തിൽ മർദ്ദം എന്താണ്? ഉണ്ട്. പക്ഷെ അന്തരീക്ഷം കഴിഞ്ഞാലോ, സ്പേസിലോ അവിടെ വായു ഉണ്ടോ? വായു ഇല്ലാത്തത് കൊണ്ട് അവിടെ മർദ്ദം വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിലെ മർദ്ദവും എന്താവാൻ തുടങ്ങും? നമ്മൾ പറഞ്ഞില്ലേ, pressure inside our body is equal and opposite to the pressure outside the body. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോഡിയിൽ പ്രഷർ വളരെ കുറയുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ പ്രഷർ കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പ്രഷർ കുറയൂലേ? നമുക്ക് പ്രഷർ കുറയാന്ന് പറഞ്ഞാൽ രക്തധമനികൾ കൂടി രക്തം ഒഴുകുമ്പോൾ വളരെ പതുക്കെ ഒഴുകുകയും അങ്ങനെ ഒഴുകി കഴിയുമ്പോൾ ആ ധമനികൾ പൊട്ടിപ്പോവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വായിക്കാം, കണ്ടോളൂ. അക്കോർഡിംഗ് ടു ദ പ്രഷർ, സ്പേസ് സ്യൂട്ട്സ് ആർ സ്പെഷ്യലി ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ഫ്രോം ലോ പ്രഷർ. താഴ്ന്ന മർദ്ദമാണുള്ളത്. The suits provides pressure that is almost equal to the normal atmospheric pressure. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സ്യൂട്ട് ദാ ഇങ്ങനെ ഉണ്ടാവുക. ഇത് നമ്മുടെ ശരീരമാണെന്ന് വിചാരിക്കൂ. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുകൂടിയാണ് ഈ സ്യൂട്ട് ഉണ്ടാവുക അല്ലേ? അതേപോലെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലല്ലേ, ഈ സ്യൂട്ടിൻ്റെ ഉള്ളിൽ സാധാരണ അന്തരീക്ഷ മർദ്ദം ഉണ്ടാകും. മനസ്സിലായോ? നമ്മുടെ ശരീരം എന്തുമായിട്ടാണ് കോണ്ടാക്റ്റ് ആയി കിടക്കുക? സ്യൂട്ടിനുള്ളിലുള്ള വായുവുമായിട്ട് കോണ്ടാക്റ്റ് ആയി കിടക്കും. സ്യൂട്ടിനുള്ളിൽ എന്തുണ്ട്? വായുവുണ്ട്. അത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ശരീരവും സ്യൂട്ടിനുള്ളിലുള്ള ആ ഒരു വായുവുമായിട്ട് പ്രഷർ മർദ്ദം തുല്യമാക്കി വെക്കും. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും കാരണവശാൽ ഈ സ്യൂട്ട് നശിച്ചു പോയാലോ, അപ്പം നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള സ്പേസുമായിട്ട് കോണ്ടാക്റ്റ് വരികയും തൽഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രശ്നമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് ഇതും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പർവ്വതാരോഹകർ കണ്ടോ, പർവ്വതാരോഹകരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? സ്യൂട്ട് ധരിക്കും. അതേപോലെ മുങ്ങൽ വിദഗ്ധന്മാരും, ഇതൊക്കെ ചോദ്യമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുങ്ങൽ വിദഗ്ധന്മാർ, പർവ്വതാരോഹകർ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്യൂട്ട് ധരിക്കുക. എന്തുകൊണ്ടാ? മുങ്ങാങ്കുഴി ഇട്ട് നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയും, പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോൾ തണുപ്പ് കുറയുകയും അല്ലേ? അപ്പോൾ അവിടെയും മർദ്ദവും കുറയുക ചെയ്യുക അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലോ പ്രഷറാണ് മൗണ്ടൈൻ്റെ മുകളിൽ, മലമുകളിൽ താഴ്ന്ന മർദ്ദമാണ്. അതൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ലോ പ്രഷർ കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലും കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടും. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും കേട്ടോ. അത് ഒഴിവാക്കാൻ നമ്മൾ ഇങ്ങനെ ധരിച്ചേ മതിയാവുള്ളൂ. പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം കുറയും. അന്തരീക്ഷ മർദ്ദത്തിന് അവിടെ കാണാം കേട്ടോ, കണ്ടില്ലേ? അന്തരീക്ഷ മർദ്ദത്തിന് ആനുപാതികമായി ശരീരം മർദ്ദം കുറയ്ക്കുമ്പോൾ രക്തധമനികൾ പൊട്ടി രക്തം പുറത്തു ചാടാനുള്ള പ്രശ്നം വരും. നമുക്കത് ഭയങ്കര പ്രശ്നമായി മാറും, മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ടല്ലേ. സോ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അന്തരീക്ഷ മർദ്ദത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അന്തരീക്ഷ മർദ്ദം എപ്പോഴാണ് കൂടുക കുറയാന്ന് പറഞ്ഞു. എന്തിനാണ് സ്യൂട്ട് ധരിക്കുന്നത്, അതേപോലെ ആസ്ട്രോണറ്റ്സ് എന്ന സ്യൂട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കണ്ടന്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കൃത്യമായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് രാത്രി നമ്മുടെ ലൈവ് ഉണ്ട്, കൃത്യം 8 മണിക്ക്. എല്ലാവരും വരണേ, അവിടെ കാണാം മർദ്ദത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്. സോ താങ്ക് യു.